ഗ്രേഡിയന്റ് ടൂളാണ് നമ്മൾ പഠിക്കുന്നത്. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളറിൽ നിന്നും മറ്റൊരു കളറിലേക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കളറുകളിലേക്ക് ക്രമമായി കളറ് ലയിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഗ്രഡേഷൻ എന്ന് പറയുന്ന. അതുകൊണ്ടാണ് ഇതിനെ ഗ്രേഡിയന്റ് എന്ന് ടൂൾ എന്ന് പറയാൻ കാരണം. ഈ ടൂൾ സെലക്ട് ചെയ്യാനായിട്ട് കീബോർഡിൽ ജി എന്ന അക്ഷരം പ്രസ് ചെയ്യുക. ജി അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ടൂളാണ് ഗ്രേഡിയന്റ് ടൂൾ. ഇനി ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ ശ്രദ്ധിക്കാം. പ്രോപ്പർട്ടി ബാറിൽ കാണുന്ന ആദ്യത്തെ കൺട്രോളിന് രണ്ട് ഭാഗമുണ്ട്. ഈ കളറ് കാണുന്ന ഭാഗം ഗ്രേഡിയന്റ് എഡിറ്റർ എന്നും ഈ കാണുന്ന ഭാഗം ഗ്രേഡിയന്റ് സെലക്ടർ എന്നുമാണ് പറയുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രേഡിയന്റ് പിക്കർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഗ്രേഡിയന്റ് പിക്കർ വന്നു. ഇതിൽ നിന്നും ആവശ്യമായ ഗ്രേഡിയൻസ് സെലക്ട് ചെയ്യാം. ഇതിൽ ഒരുപാട് ഗ്രേഡിയൻസ് വ്യത്യസ്തമായ രീതിയിൽ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യാനുസരണം നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരെയോ അല്ലെങ്കിൽ കുറുകയോ അല്ലെങ്കിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ട് വർക്ക് ചെയ്യാം, വലുതായിട്ടും വർക്ക് ചെയ്യാം, എല്ലാം വർക്ക് ചെയ്യാം. അതായത് ചെറിയ രൂപത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എത്തി ലെങ്ത്തിലും വർക്ക് ചെയ്യാം. അതായത് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ വർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കളർ വ്യത്യാസപ്പെടുത്തുന്ന രീതിയിൽ. ചെറിയ രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാത്രം നീല കളറ്, പച്ച കളറ്, ബാക്കിയുള്ളതെല്ലാം മഞ്ഞ കളറ്. ഇത് റിവേഴ്സ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ കളറിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ കാണുന്നത്. ഈ കളറിൽ ആദ്യം നീല, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ലാസ്റ്റിലേക്ക് മഞ്ഞ. അതാണ് ഇവിടെയും കാണുന്നത്. നമ്മൾ ചെറിയ ഏരിയ വർക്ക് ചെയ്ത കാരണം അത്രയും ഭാഗത്ത് കളർ വരികയും ബാക്കി ഭാഗം ഫില്ല് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. നോക്കാം. ഇതിന് മഞ്ഞയാണ് ഇനി ആദ്യം വരേണ്ടതെങ്കിൽ ഇവിടെ കാണുന്ന റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വർക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആദ്യം മഞ്ഞ, പിന്നെ പച്ച, ബാക്കിയുള്ളടത്ത് കംപ്ലീറ്റ് നീല വരുന്ന രീതിയിലേക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിലെ ഈ സെലക്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന പാലറ്റിൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് കാണുന്ന ആദ്യത്തെ പിക്കറിൽ ആദ്യത്തെ ഈ ഗ്രേഡിയന്റ് ടൂൾ, ഇതിൻ്റെ പേര് ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതാണ്. ഫോർഗ്രൗണ്ട് ടു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് കളറുകൾ, ഒരു റെഡും ഒരു വൈറ്റും ആണ് ഇപ്പോൾ ഉള്ളത്. ഈ രണ്ട് കളറ് ഇത് നമ്മളുടെ ഈ ബാക്ക്ഗ്രൗണ്ട് കളറിലും ഫോർഗ്രൗണ്ട് കളറിൻ്റെയും കളറുകളാണെന്ന് അർത്ഥം. അപ്പോൾ ഇത് റിവേഴ്സായ കാരണമാണ് ഇങ്ങനെ ചുവപ്പ് ആദ്യവും വെള്ള ഇങ്ങനെയാണ് വന്നത്. റിവേഴ്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വെള്ളയും പിന്നെ ചുവപ്പുമാണ് വരുന്നത്. രണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരിശീലിക്കാവുന്നതാണ്. ഇനി നോക്കാം. അപ്പോൾ ഈ ഫോർഗ്രൗണ്ട് കളറിൽ വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പിക്കറിൽ കാണുന്ന ആദ്യത്തെ കളറും വ്യത്യാസപ്പെടുന്നത് നോക്കാം. ഞാനിവിടെ ഫോർഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു നീല കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുത്തപ്പോൾ ഇപ്പോൾ ഇവിടെ ആദ്യത്തേതിൽ കണ്ടോ നീലയും ചുവപ്പുമാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ കണ്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമായ രീതിയിൽ ഗ്രേഡിയന്റിന്റെ കളറ് രണ്ട് കളറ് വ്യത്യാസപ്പെടുത്തി എടുക്കാവുന്നതാണെന്ന് അർത്ഥം. ഇത് കൂടാതെ ഗ്രേഡിയന്റിൽ നമുക്ക് ഇഷ്ടം പോലെ ഗ്രേഡിയന്റ് നിർമ്മിക്കാവുന്നതാണ്. ഇതിനായിട്ട് ഈ ഗ്രേഡിയന്റ് എഡിറ്ററിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗ്രേഡിയന്റ് എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിന്നും പുതിയ ഗ്രേഡിയന്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ കളർ സ്വീകരിക്കാം എന്നുണ്ടോ, പുതിയ കളർ സ്വീകരിക്കാം. ഇനി ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് പുതിയ കളർ ആഡ് ചെയ്യാം ഉണ്ടോ. ഇപ്പോൾ മഞ്ഞ, നീല, വെള്ള അങ്ങനെയുള്ള കളർ. ഇനിയും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇനിയും കളറുകൾ സ്വീകരിക്കാം. അപ്പോൾ ആവശ്യാനുസരണം കളറുകൾ നമുക്ക് സ്വീകരിക്കാം. ഇതെല്ലാം മുൻകൂട്ടി പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഗതികളാണ്. ഇപ്പോൾ ഇത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിന് പേര് കൊടുക്കാം. ഉദാഹരണമായിട്ട് ജി എന്ന് പേര് കൊടുത്ത് എന്തെങ്കിലും പേര് കൊടുക്കും. ന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ വന്നു കണ്ടോ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നമുക്കിവിടെ ആ ഗ്രേഡിയന്റ് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പേര് കൊടുത്തത്, അതിൻ്റെ പേര് ഇതിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് അത് വർക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടാനുസരണം ഉപയോഗപ്പെടുത്താം. നമ്മുടേതായിട്ടുള്ള ഗ്രേഡിയന്റ് ടൂൾസും നിർമ്മിച്ചെടുക്കാം എന്നർത്ഥം. ഇനി ഈ ഗ്രേഡിയന്റ് ടൂൾ ആപ്ലിക്കേഷനിൽ നമുക്ക് വീണ്ടും കൂടുതൽ ഗ്രേഡിയന്റ് ലഭിക്കുന്നതിനായിട്ട് ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ ഈ ലൈനിന് താഴെ കാണുന്നതെല്ലാം പുതിയ ഗ്രേഡിയന്റുകളാണ്. ഓരോ സെറ്റും
സെലക്ട് ചെയ്യാം. ഉദാഹരണമായിട്ട് ന്യൂട്രൽ ഡെൻസിറ്റി എന്നുള്ള പറഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കാം. അപ്പോൾ യെസ് കൊടുക്കുക. അപ്പോൾ വേറൊരു തരത്തിലുള്ള ഒരു സെറ്റ് ഓഫ് കിട്ടും. അതിന് സെലക്ട് ചെയ്തതിനു ശേഷം സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ഈ കാണുന്ന ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മെറ്റൽസ് സ്പെഷ്യൽ ഇഫക്ട്സിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കുക. അപ്പോൾ സ്പെഷ്യൽ ഇഫക്ട്സിൻ്റെ കുറേ കിട്ടും. ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഇഫക്റ്റ് സംഗതിയാണ്. അതിനുശേഷം അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ കുറേ ലൈനുകളുടെ രൂപത്തിലുള്ള രീതികൾ. ഇങ്ങനെയൊക്കെ ലൈനുകൾ നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഇനി പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിന് ഇവിടെ കണ്ടോ ഇങ്ങനെയുള്ള ഗ്രഡേഷനൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. പഴയ രൂപത്തിൽ തിരിച്ചു വരുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം റീസെറ്റ് ഗ്രേഡിയൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരും. ഇനി ഈ രണ്ടാമത് കാണുന്ന ഡിഫോൾട്ട് പാലറ്റിൽ ഈ രണ്ടാമത് കാണുന്നത് ഫോർഗ്രൗണ്ട് ടു ട്രാൻസ്പെറൻറ്റ് എന്നുള്ളതാണ്. ഫോർഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ കളറിനാണ് ഫോർഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതിൽ നിന്നും ട്രാൻസ്പെറൻസിലേക്ക് വളർന്നു വരുന്ന ഒരു ഗ്രഡേഷനാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നീല വന്ന് പിന്നെ ട്രാൻസ്പെറൻസിലേക്ക് ഇങ്ങനെ വളർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അതുപോലെ ഇങ്ങനെയുള്ള ഇഫക്റ്റുകൾ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ഗ്രേഡിയൻറ്റ് ടൂളിൻ്റെ മറ്റ് ചില ഓപ്ഷനുകൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ 5 തരത്തിൽ ഈ ഗ്രേഡിയൻറ്റ് ടൂൾ നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കാം. ഇതിലെ നമ്മൾ ആദ്യത്തെ സംഗതി ലീനിയർ ആപ്ലിക്കേഷനാണ്. ലീനിയർ എന്ന് പറഞ്ഞാൽ ഒരു രേഖീയമായ രീതിയിലാണ് നമ്മൾ ഗ്രേഡിയൻറ്റ് വർക്ക് ചെയ്യുക. ഒരു ലൈനിൽ കളറുകൾ അറേഞ്ച് ചെയ്ത രീതിയിലാണ് നമ്മളിവിടെ കാണാം. ഞാൻ മറ്റൊരു കളർ സെലക്ട് ചെയ്യാം. ഇവിടെ നോക്കാം. ഉണ്ടോ ഒരു നീല ചുവപ്പ് മഞ്ഞ എന്നുള്ളത് ഒരു ലൈൻ ബേസ് ചെയ്തിട്ടാണ്. ഇത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീല ചുവപ്പ് മഞ്ഞ അങ്ങനെയാണ് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. എന്നാൽ ഈ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയൽ ഗ്രേഡിയൻറ്റ്, റേഡിയൽ എന്ന് പറഞ്ഞാൽ റൗണ്ട് എന്നർത്ഥം, സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു റൗണ്ട് ഇഫക്റ്റാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നീലയിൽ നിന്നും മഞ്ഞയിലേക്ക് വളർന്നു വരുന്ന ഒരു ഗ്രഡേഷനാണ്. ഇത് തീർച്ചയായിട്ടും റിവേഴ്സ് ചെയ്തുകൊണ്ട് മഞ്ഞയിൽ നിന്നും നീലയിലേക്ക് വളരുന്ന ഒരു ഗ്രഡേഷനാക്കി മാറ്റിയെടുക്കാവുന്നതാണ്. എത്ര ചെറുതാക്കുന്നു അതിനനുസരിച്ചിട്ടും എത്ര വലുതാക്കുന്നു അതിനനുസരിച്ചിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഇഫക്റ്റുകളാണ് നമുക്ക് ലഭിക്കുക. നമുക്ക് പുറത്തേക്കൊക്കെ ഇത് പുറത്തുനിന്ന് വലിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇഫക്റ്റുകളാണ് ലഭിക്കുക. കണ്ടോ വളരെ ചെറുതായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, വളരെ വലുതായിട്ടും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ ക്ലോണിക്കലായിട്ടുള്ളൊരു ഇഫക്റ്റാണ് ഇത് ആംഗിൾ ഗ്രേഡിയൻ്റ് എന്നാണ് പറയുന്നത്. ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരച്ചു കഴിഞ്ഞാൽ ഒരു ആംഗിൾ നമുക്ക് ലഭിക്കുന്ന പോലെയുള്ള ഒരു ഇഫക്റ്റ് ലഭിക്കുന്നതാണ്. ഒരു കോൺ ഇഫക്റ്റ്. ഈ CD എല്ലാം വർക്ക് ചെയ്യുമ്പോൾ CDകളെല്ലാം നിർമ്മിക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള എന്താ പറയുക ഒരു ഇഫക്റ്റ് അത്യാവശ്യമായി വരാം. പിന്നെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നതിന് രണ്ടു പുറത്തും ഈക്വലായിട്ട് കളർ ബേസ് ചെയ്ത് നിൽക്കുന്നതിനാണ് റിഫ്ലക്ഷൻ എന്ന്. അപ്പോൾ നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ മഞ്ഞ ബേസ് ചെയ്തുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ചുവപ്പ്, അപ്പുറത്തും ഇപ്പുറത്തും നീല, അങ്ങനെ ഒരു റിഫ്ലക്ഷൻ നിലനിൽക്കുന്നതിനാണ് റിഫ്ലക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് ഈ കാണുന്നത് ഡയമണ്ട് രൂപത്തിലുള്ള നേരത്തെ കണ്ട സർക്കിൾ പോലെയുള്ള ഒരു സംഗതി. പക്ഷേ ഇത് ഡയമണ്ട് വലിയ ഒരു റെക്റ്റാങ്കിൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇതിനെ ഡയമണ്ട് എന്ന് പറയുന്നത്. ഇത് വ്യത്യസ്ത രീതികളിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു രസകരമായ സംഗതി നമുക്ക് ഇപ്പോൾ അവിടെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വിവിധ തരത്തിലുള്ള മോഡുകൾ, ഇപ്പോൾ നോർമൽ മോഡിലാണ് നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. ഇതിൽ മോഡ് മാറ്റുക, ഡിസോൾവ് എന്നുള്ള മോഡാക്കുക. ഡിസോൾവ് എന്നുള്ള മോഡാക്കിയതിന് ശേഷം സാധാരണ വർക്ക് ചെയ്യുമ്പോൾ വ്യത്യാസമായിട്ടൊന്നും തോന്നുന്നില്ല, നോർമലിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ ഈ ഡിസോൾവ് സ്വീകരിക്കുമ്പോൾ ഒപ്പാസിറ്റി എന്നുള്ളത് ഒരല്പം ചെറുതാക്കി കൊടുക്കുക. ഒരു 25 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസോൾവ് കണ്ടോ അപ്പോൾ ഒരു ഇങ്ങനെ ആകെ പൊടി ചിതറി പോലെയുള്ള ഒരു ഇഫക്റ്റാണ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനാണ് ഡിസോൾവ് എന്ന് പറയുന്നത്. ഇനി ഈ ബിഹൈൻഡ് എന്നുള്ള ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഡള്ളാണ്, അത് ആക്റ്റീവ് അല്ല. ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ അത് ഇത് ആക്റ്റീവ് ആവും. കണ്ടോ പക്ഷേ ഇവിടെ ഒന്നും നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ഇത് പറ്റില്ല. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇഫക്റ്റും ഫീൽ ചെയ്യില്ല. അത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതിനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഇതുപോലെയുള്ള ഒരു ഏരിയ, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിലാണ് ഈ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഗ്രേഡിയൻറ്റ്
ഈ മോഡ് വർക്ക് ചെയ്യുള്ളൂ. ബിഹൈൻഡ് എന്നുള്ള ആ ഗ്രേഡിയൻ്റ് മോഡ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം എവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ചിത്രത്തിലൊന്നും ഗ്രേഡിയൻ്റ് ആവില്ല. എന്നാൽ ഈ ഭാഗത്ത്, അതായത് പിക്സലുകളൊന്നും ഇല്ലാത്ത ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് മാത്രമേ ഗ്രേഡേഷൻ അപ്ലൈ ആവുന്നുള്ളൂ. അതാണ് ബിഹൈൻഡ് എന്നുള്ള മോഡ്. ഇതുപോലെ തന്നെ ഡാർക്ക് ആൻഡ് മൾട്ടിപ്ലൈ എന്നുള്ള ഒരുപാട് മോഡുകളുണ്ട്. ഓരോ മോഡുകളും സ്വന്തമായ നിലയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇതെല്ലാം വളരെ രസകരമായ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ചില മോഡുകളാണ് ഈ എന്താ പറയുക ഡാർക്ക് ആൻഡ് മൾട്ടിപ്ലൈ. ഇപ്പോൾ ഉദാഹരണമായിട്ട് മൾട്ടിപ്ലൈ സെലക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഒരു ഇഫക്റ്റ് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കളർ ബേൺ സെലക്ട് ചെയ്യാൻ വർക്ക് ചെയ്ത് നോക്കാം, ഒരു ഇഫക്റ്റ് വേറൊരു ഇഫക്റ്റ് ലഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ഇഫക്റ്റുകളെ പരിചയത്തിൽ നമ്മൾ ചെയ്തതിന് ശേഷം ഒരു പരിചയം ആവേണ്ടതുണ്ട്. അതിൻ്റെ ഇഫക്റ്റുകളെ വ്യത്യസ്ത രീതിയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അവയുമായി പരിചയത്തിലാവുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ചില ഗ്രാഡിയൻറ്റ് ടൂളുകളിൽ ട്രാൻസ്പെറൻസി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ ഈ കാണുന്ന ടൂളിൽ ട്രാൻസ്പെറൻസി ഉണ്ട്, കണ്ടോ. ഞാനിവിടെ വേറൊരു ചിത്രത്തിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നീല എന്നുള്ള ട്രാൻസ്പെറൻസി ഉണ്ട്. ആ ട്രാൻസ്പെറൻസി ഉള്ളത് കൊണ്ടാണ് ഇത് സബ്ട്രാക്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നീല മഞ്ഞയായിട്ട് വന്നത്. ഇത് നോർമലിലേക്ക് മാറ്റി നീല കളർ കൊടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ ഇത് വർക്ക് ചെയ്തു. അപ്പോൾ ചില ഭാഗങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ചിത്രം കാണുന്നുണ്ട്, മറ്റുള്ള ഭാഗത്ത് കാണുന്നില്ല. എന്നാൽ ഈ ട്രാൻസ്പെറൻസി ഓണായി കിടക്കുന്നതുകൊണ്ടാണ് അത് കാണുന്നത്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ അതിൻ്റെ ട്രാൻസ്പെറൻസി കംപ്ലീറ്റ് പോവുകയും അത് ഒറ്റ കളറായിട്ട് മാറുകയും ചെയ്യും. അത് ശ്രദ്ധിക്കാം. പിന്നെ ഈ ഗ്രേഡിയൻറ്റിൻ്റെ പ്രീസെറ്റ് ടൂളിൽ സർക്കുലർ റെയിൻബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രീസെറ്റ് യൂണിറ്റ് ഉണ്ട്. അത് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെയിൻബോ എല്ലാം വർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ റെയിൻബോ ഇഫക്റ്റുകൾ വർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ സ്ക്രീനിലാണുള്ളത്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, റെയിൻബോ ഇഫക്റ്റ് കിട്ടുന്ന തരത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ധാരാളമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരുപാട് നിങ്ങൾക്ക് കണ്ടെത്താനുണ്ട്.